വേനലായിട്ടും മില്ലുകൾ നെല്ലിന് കിഴിവ് ആവശ്യപ്പെടുന്നത് അപ്പർ കുട്ടനാട്ടിലെ നെൽകർഷകരെ ദുരിതത്തിലാക്കുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട്. നെല്ല് സംഭരിക്കണമെങ്കിൽ 10 കിലോ വരെ കിഴിവ് വേണം എന്നാണ് പല റൈസ് മില്ലുകളും ആവശ്യപ്പെടുന്നത്. ഈർപ്പമില്ലാത്ത സമയത്ത് കിഴിവ് ആവശ്യപ്പെടുന്ന റൈസ് മില്ലുകൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന് കർഷകർ പറയുന്നു. കോട്ടയം കൈപ്പുഴക്കരി പാടശേഖരത്തെ കാഴ്ചയാണിത്. ഒരാഴ്ചയായി നെല്ല് കൊയ്ത് പാടത്തിട്ടിരിക്കുകയാണ് കർഷകർ. കിഴിവിന്റെ പേരിൽ മില്ലുടമകളുമായി തർക്കമുണ്ടായതാണ് ഈ നെല്ല് ഇങ്ങനെ കിടക്കാൻ കാരണം. ഇവിടെ മാത്രമല്ല, അപ്പർ കുട്ടനാട്ടിൽ മിക്ക പാടങ്ങളിലും ഇപ്പോഴത്തെ പ്രതിസന്ധി ഇതുതന്നെയാണ്. ഇത്തവണ കാലാവസ്ഥ അനുകൂലമായിരുന്നു. മിക്ക കർഷകർക്കും തരക്കേടില്ലാത്ത വിളവും ലഭിച്ചു. പുഞ്ചകൃഷി വിജയകരമായിരുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ കത്തുന്ന വേനലിലും റൈസ് മില്ലുകൾ നെല്ലിന് കിഴിവ് ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് കർഷകർ ചോദിക്കുന്നു. എതിർക്കുന്ന കർഷകരുടെ നെല്ല് സംഭരിക്കാനും മില്ലുടമകൾ തയ്യാറാകുന്നില്ല. ഇങ്ങനെയല്ല, ഇവരിപ്പോൾ എന്നാണെന്നറിയോ, ഇവരെല്ലാം കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ഒരു പരിപാടിയാണ്. മില്ലിൻ്റെ ഏജന്റുമാരുടെ ഒരു പുതിയൊരു തന്ത്രമാണ്. അവരിൽ തന്നെ ഒരു സംഘടിതരായിട്ട് ആക്രമിക്കുക നമ്മളെ. പിന്നെ അവർ പറയും QC ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഞങ്ങളോട് ഒരാഴ്ചയായിട്ട് ഇവർ QC ടെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. QC ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ PMO അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഉടനെ തന്നെ പറയും ഇത് 10 കിലോ കിഴിവ് കൊടുക്കേണ്ടതല്ല എന്ന് പറയും. പിന്നെ 10 കുറച്ച് നമുക്ക് കൊടുക്കാനേ മാർഗ്ഗമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോകുന്നത്. 5 കിലോ മുതൽ 10 കിലോ വരെ കിഴിവ് വേണമെന്നാണ് പല മില്ലുകളും കർഷകരോട് ആവശ്യപ്പെടുന്നത്. ഉദ്യോഗസ്ഥരും മില്ലുടമകളുടെ നിലപാടിന് കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വേനൽ മഴ ഉയർത്തുന്ന ഭീഷണി മൂലം പലരും കിഴിവ് നൽകാൻ തയ്യാറാകുന്നുണ്ട്. അല്ലാത്തവർക്ക് നെല്ല് സംഭരിക്കാൻ പലപ്പോഴും ജില്ലാ ഭരണകൂടത്തെ സമീപിക്കേണ്ട അവസ്ഥയാണ്. സാമ്പത്തികമായും ശാരീരികമായും ഏറെ ബുദ്ധിമുട്ടിയാണ് കർഷകർ ഈ കൃഷിയെല്ലാം ചെയ്യുന്നത്. അവരെയാണ് കിഴിവിന്റെ പേരിൽ മില്ലുടമകൾ ദ്രോഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ഈ കർഷകർ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. കാലാവസ്ഥ അനുകൂലമായിട്ടും നല്ല വിളവ് ലഭിച്ചിട്ടും റൈസ് മില്ലുകൾ നെല്ലിന് കിഴിവ് ആവശ്യപ്പെടുന്നത് എന്തിന് എന്നാണ് കർഷകർ ചോദിക്കുന്നത്. കുട്ടനാട്ടിലെ നെൽകർഷകർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ഒരർത്ഥവുമില്ല, കിഴിവ് ചോദിക്കുന്നത് ഒരർത്ഥവുമില്ല. ഇപ്പം അടുത്തുള്ള പ്രദേശം മുഴുവൻ കൊയ്തുകൊണ്ട് പോലും കിഴിവില്ലാതെ നെല്ല് കൊണ്ടുപോയി, കിഴിവില്ലാതെ നെല്ല് കൊടുക്കുള്ളൂ. കിഴിവ് ഇപ്പോൾ അവർക്ക് തോന്നുന്നു, അവർക്ക് ചോദിക്കുന്നു, അവർക്ക് ഇഷ്ടം പോലെ ചോദിക്കും. നോക്കിയിട്ട് അവർ നോക്കിയിട്ട് മടുപ്പാന്ന് പറഞ്ഞുകൊണ്ട് അവർ ചോദിക്കും. എല്ലാ തവണയും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നെല്ലാം വെള്ളം ഒഴുകി കഴിഞ്ഞാൽ നെല്ലെല്ലാം ഒഴുകിപ്പോവും. ആ രീതിയിലാണ് ഇപ്പോൾ സംവിധാനം കിടക്കുന്നത്. ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം 12 മാസത്തിനകത്ത് ഈ കിട്ടാൻ പോണ ഒരു ആനുകൂല്യം ഇതേ ഉള്ളൂ. ഇത് കിട്ടുന്ന ഇത്തവണ നമുക്കൊന്നും കിട്ടാനില്ല. വെറുതെ കയ്യിൽ നിന്ന് കുറേ പൈസ പോകുന്നതല്ലാതെ ഒന്നുമില്ല. പിന്നെ അവർക്കൂടെ കൊടുക്കാൻ പറഞ്ഞാൽ നടപടിയാകുന്ന കാര്യമല്ല. അവർക്ക് വരയ്ക്കാതിരുന്നാൽ മതി. സമയമാകുമ്പോൾ ഇറങ്ങി വന്ന് 10 വേണം 12 വേണമെന്ന് പറയുന്നതെല്ലാം മുടക്കുള്ളൂ. ഇതങ്ങനെയല്ലല്ലോ. പാടി ഓഫീസർമാരെ നിലയ്ക്ക് നിർത്തിയാൽ ഇത് നെല്ല് അവർക്ക് ഒരു ദിവസം 2 ദിവസം കൊയ്ത്ത് പാടത്ത് കിടക്കരുതെന്നുള്ള നിയമം വരണം. പാടം വന്നു കഴിഞ്ഞാൽ ഇവർ പാടി ഓഫീസർമാർ തന്നെത്താനെ ഇവിടെ വരും. ഇതിൻ്റെ നഷ്ടം പാടി ഓഫീസർമാരുടെ നിന്ന് ഈടാക്കുമെന്ന് പറഞ്ഞാൽ അവർ നിമിഷ നേരം കൊണ്ട് കാലടിയിൽ നിന്നോ പാലക്കാട്ടിൽ നിന്നോ മില്ലുകാരെ കൊണ്ടുവന്ന് ഇവിടെ എടുക്കും. ഇത് ഇവരുടെ കുത്തകയാണ്. ഇവിടെ കുറേ 2-3 മില്ലുകാരുടെ കുത്തകയാണ് ഇവിടെ. ആ കുത്തക പൊളിക്കാൻ കലക്ടർ ഇടപെടണം.